തിരുപ്പിറവിയും കന്നുകാലികളുടെ നിലവിളിയും. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത കഴിഞ്ഞയാഴ്ച നടന്ന ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ചാണ്. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ കൃത്യം 10 മണിക്കായിരുന്നു ആ കൂടിക്കാഴ്ച നടന്നത്. ആ കൂടിക്കാഴ്ച നടന്നത് കർത്താവും 2 പോത്തും 2 നാടൻ കോഴികളും തമ്മിലായിരുന്നു. ഭൂമിയിൽ നിന്നും ഡെലിഗേഷന് പോയ 2 റെപ്രസെൻറ്റേറ്റീവുകൾ. ഇത് കേട്ട് ഞങ്ങളുടെ പള്ളിത്തന്തന്മാർ ചിലപ്പോൾ നെറ്റിച്ചുളിച്ചേക്കാം, ഇവൻ എന്നാ പുട്ടായി പറയുന്നത് എന്നോർത്ത്. അതിന് ഈ എളിയവൻ്റെ മറുപടി, സകല ജീവജാലങ്ങളും ദൈവസൃഷ്ടിയാകുമ്പോൾ അവയ്ക്കെല്ലാം ആവലാതി പറയുവാൻ തൻ്റെ സൃഷ്ടാവിനെ കാണുവാനുള്ള അവകാശമില്ലേ? പറ. അതോ നിങ്ങൾ മാമോദിസ മുക്കിയവരെ കർത്താവ് കാണുകയുള്ളൂ? അല്ല, കർത്താവ് സകല സൃഷ്ടികളുടെയും അധിപനത്രേ. ഇനി കാര്യത്തിലേക്ക് വരാം. ഇവിടെ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം വളരെ സുപ്രധാനമായ ഒരു കാര്യം ചർച്ച ചെയ്യുവാൻ വേണ്ടിയായിരുന്നു. അവരുടെ പ്രധാന പരാതി പ്രധാനമായും നസ്രാണികളെക്കുറിച്ചായിരുന്നു. കർത്താവിനോട് അവരെക്കുറിച്ചല്ലേ പറയാൻ പാടുള്ളൂ. എൻ്റെ പൊന്നു കർത്താവേ, ഇവന്മാരെ കൊണ്ട് ഞങ്ങൾക്ക് കിടക്കപ്രതിയില്ല എന്ന് നെഞ്ചത്തടിച്ച് അവർ പറഞ്ഞു. ഞങ്ങൾ പോത്തിനും കോഴികൾക്കും മാത്രമല്ല, ആട്, മാട്, പന്നി, മുയൽ എന്ന് വേണ്ട തിരിഞ്ഞു കടിക്കാത്ത സകലതിനെയും ലവന്മാർ പിടിച്ച് ശാപ്പിടും. ഈ അവസ്ഥ തുടർന്നാൽ ഞങ്ങൾക്ക് വംശനാശം തന്നെ സംഭവിച്ചേക്കാം കർത്താവേ, ഞങ്ങളും നിന്റെ സൃഷ്ടികളല്ലേ എന്നാണ് അവർ കരഞ്ഞുകൊണ്ട് കർത്താവിനോട് പറഞ്ഞത്. ഇടദിവസങ്ങളിലും കൂടുതലായി ഞായറാഴ്ചകളിലും ഞങ്ങളെ വെട്ടും. പെരുന്നാളുകൾ വന്നാൽ അന്നും ഞങ്ങളെ വെട്ടി ശാപ്പിടും. തിരുപ്പിറവിക്ക് മാത്രമല്ല, അങ്ങ് ഉയർത്തെണീറ്റ ഈസ്റ്റർ ദിനത്തിൽ പോലും ഞങ്ങളെ ഓടിച്ചിട്ട് വെട്ടി ശാപ്പിടും. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരണം കർത്താവേ എന്ന ആവലാതിയുമായാണ് അവർ വന്നത്. അതിന് അവർ തന്നെ മുന്നോട്ട് വെച്ച ആശയം, ഒന്നുകിൽ 365 ദിവസവും ഇവർക്ക് നോമ്പാക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്കും ഇവരെ തിരിച്ചു തിന്നാൻ പറ്റാവുന്ന രീതിയിൽ ഞങ്ങളുടെ ഡൈജസ്റ്റീവ് ട്രാക്ട് പുനഃക്രമീകരിക്കുക, അല്ലെങ്കിൽ മത്സ്യമാംസാദികളോട് ആഗ്രഹം തോന്നാത്ത രീതിയിൽ ലവന്മാരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം റീബിൽഡ് ചെയ്യുക. കർത്താവ് ഒരു 5 മിനിറ്റത്തേക്ക് കണ്ണടച്ചു. പഴയ നിയമത്തിലെ സൈന്യങ്ങളുടെ യഹോവയെയും പുതിയ നിയമത്തിലെ സ്നേഹസ്വരൂപനായ ക്രിസ്തുവിനെയും എടുത്ത് അവിയൽ പരുവത്തിലാക്കി അവസരത്തിനൊത്ത് കച്ചവടമടിച്ച പള്ളിത്തന്തന്മാരും വചനക്കച്ചവടക്കാരും ദുരുപദേശക്കാരായ ദ്രവ്യദാസന്മാരുമാണ് ഇതിനെല്ലാം മൂലകാരണം എന്ന് മനസ്സിലാക്കി കർത്താവ് ലവന്മാരെ ഒന്ന് ഉപദേശിച്ച് കളയാമെന്ന് കരുതി ഭൂമിയിലേക്ക് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 11:30 കർത്താവ് എത്തി. തിരുവനന്തപുരത്താണ് ആദ്യം എത്തിയത്. കണ്ണിമാറ മാർക്കറ്റിന് മുന്നിലുള്ള റോഡിലൂടെ നടന്നു വന്നപ്പോൾ കടകളിൽ തൂക്കിയിട്ടിരിക്കുന്ന നക്ഷത്രവിളക്കുകൾ കണ്ടപ്പോൾ കർത്താവിന് വളരെയേറെ സന്തോഷം തോന്നി. നക്ഷത്രവിളക്കുകൾ മാത്രമല്ല, ക്രിസ്മസ് ട്രീ, കേക്ക്, വൈന്, പുൽക്കൂട്, അതിനുള്ളിൽ മാലാഹ എന്നുവേണ്ട താൻ പോലും അറിയാത്ത പല സാധനങ്ങളും തൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കണ്ടെങ്കിൽ കൂടിയും ഏറ്റവും വിഷമം വന്നത് തൻ്റെയും തൻ്റെ മാതാപിതാക്കളുടെയും രൂപം കണ്ടാണ്. ഇവരെ കണ്ടാൽ ഏതോ രാജകുമാരനെ പോലെയും രാജകുടുംബാംഗങ്ങളെയും പോലെ ഇരിക്കുന്നു. കർത്താവ് തൻ്റെ മുഷിഞ്ഞ വേഷത്തിലേക്കൊന്ന് നോക്കി പാറിപ്പറക്കുന്ന മുടിയിഴകൾ കൈകൊണ്ട് ഒതുക്കി. തന്നെ മൊത്തത്തിൽ ഭൂമിയിൽ കച്ചവടമടിക്കുകയാണെന്ന് കർത്താവിന് മനസ്സിലായി. വരുന്ന വഴിയിലെല്ലാം മുക്കിന് പള്ളികൾ, അവയ്ക്ക് പല പല പേരുകൾ, പക്ഷേ എല്ലാത്തിൻ്റെയും മുകളിൽ ഒരു കുരിശും അവയും പല പല ഫാഷനുകളിൽ. അവയുടെ മുന്നിൽ ശില്പചാരുതയുള്ള ഒരു സുന്ദര രൂപവും. കർത്താവ് ആ ഇരിക്കുന്നത് ആരാണ് എന്ന് ഒരു വഴിപോക്കനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും അറിയില്ലേ, നിങ്ങൾ ഈ ലോകത്തിലൊന്നുമല്ലേ ജീവിക്കുന്നത്, അതാണ് യേശു ക്രിസ്തു എന്ന്. തൻ്റെ മനുഷ്യനിർമ്മിതമായ രൂപം കണ്ട് ക്രിസ്തു അത്ഭുതപ്പെട്ടു. അപ്പോൾ ക്രിസ്തു ആ വഴിപോക്കനോട് പറഞ്ഞു, ഇത് ക്രിസ്തു രൂപമല്ല, ഞാനാണ് ആ പറഞ്ഞ ക്രിസ്തു എന്ന്. അപ്പോൾ വഴിപോക്കൻ അടിമുടി ഒന്ന് നോക്കി, എന്നിട്ട് എടുത്ത വായിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഭ്രാന്താണ്, ഞങ്ങളുടെ മെത്രാന്മാരൊന്നും ഇത് കേൾക്കണ്ട എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് ഓടിക്കയറിപ്പോയി. അന്ന് ഞായറാഴ്ച ആയതിനാൽ പള്ളിയുടെ മുന്നിൽ വലിയ ആൾക്കൂട്ടം കണ്ടു. എന്നാലൊന്ന് അതിനുള്ളിൽ കയറി നോക്കാം എന്ന് കരുതി കയറിയപ്പോൾ ഒരു വലിയ കോൺക്രീറ്റ് മാളികയായ പള്ളിക്ക് മുന്നിൽ ചെറിയൊരു പുൽക്കൂടിരിക്കുന്നു. അവിടെ ഒരു നൈറ്റി ഇട്ട് നിൽക്കുന്ന പാതിരിയോട് ഒരു കൊച്ചുകുട്ടി ചോദിച്ചു, ഇതെന്താണ് ഈ ഇരിക്കുന്നത് എന്ന്. അദ്ദേഹം പറഞ്ഞു, ഇതാണ് നമ്മുടെ ക്രിസ്തു ജനിച്ച പുൽക്കൂട് എന്ന്. ഹീ ഈസ് സോ സിമ്പിൾ എന്ന്. അപ്പോൾ പള്ളിക്കുള്ളിലേക്ക് കയറിയപ്പോൾ
ചുവന്ന നൈറ്റിയും ഒരു പൂച്ചാണ്ടി രൂപവുമുള്ള ഒരു മനുഷ്യൻ കയ്യിൽ 2 പാത്രവും പിടിച്ചതെന്ന് പറയുന്നു, ഇത് കർത്താവിൻ്റെ ശരീരം, ഇത് കർത്താവിൻ്റെ രക്തം എന്ന് പറഞ്ഞ് അത് അറുത്തുമുറിച്ച ആളുകളുടെ അതിരത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനൊരു കാര്യം മനസ്സിലായി, ഇവന്മാർ പോത്തിനെയും കാളകളെയും മാത്രമല്ല എന്നെയും എന്നും അറുത്ത് ശാപ്പിട്ട് കൊണ്ടിരിക്കുകയാണ് എന്ന്. പോത്തിൻ്റെയും മാടിൻ്റെയും അതേ അവസ്ഥയാണ് എനിക്കുമെന്ന് അവരോട് എങ്ങനെ പറയുമെന്നോർത്ത് കർത്താവ് കുഴങ്ങി. പള്ളിയിലേക്ക് ഓടിപ്പോയ വഴിപോക്കൻ ഓടിച്ചെന്ന് മെത്രാനോട് പറഞ്ഞു, തിരുമേനി, ക്രിസ്തുവാണെന്ന് പറഞ്ഞ് ഒരു ലളിതമായ വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ പള്ളിയുടെ മുന്നിൽ നിൽക്കുന്നു കണ്ടു എന്ന് പറഞ്ഞപ്പോൾ മെത്രാന് അപകടം മണത്തു. തൻ്റെ പൂർവികനായ ഹെരോദേസ് രാജാവിനെ കബളിപ്പിച്ച് കടന്ന ആളാണ്. ക്രിസ്തു ജനിച്ച അന്ന് തൂക്കാൻ നോക്കിയിട്ട് സാധിച്ചില്ല. പൗരോഹിത്യവർഗത്തിൻ്റെ കഞ്ഞിയിൽ പാറ്റയിട്ടവൻ ആരവിടെ, എല്ലാവരും ചേർന്ന് അവനെ അങ്ങ് തീർത്തേരെ എന്ന് മെത്രാൻ കൽപ്പിക്കുന്ന സമയത്താണ് ക്രിസ്തു ആ വഴി വരികയും അത് കേൾക്കുവാനിടയാകുകയും ചെയ്തു. അവിടെ നിന്നും കർത്താവ് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. അവന് നിങ്ങളുടെ ഹൃദയത്തിൽ അല്പം ഇടം കൊടുക്കാമോ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഹാപ്പി ക്രിസ്മസ്. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.